Okay, good morning. Today we are going to discuss the chapter Sensations and Responses. അപ്പോൾ നമുക്കറിയാം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തികളിൽ ഏർപ്പെടാറുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരു കുട്ടി മാമ്പഴം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേറൊരു കുട്ടി മുഖം കഴുകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടി ഒച്ചിനെ പിടിച്ച് നോക്കുന്നുണ്ട്, കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സെൻസുകളുണ്ട്. ഐ ഉണ്ട്, കാഴ്ച, സൈറ്റിന് വേണ്ടി, വിഷന് വേണ്ടിയിട്ട് നമുക്ക് ഐ ഉണ്ട്. അതുപോലെ തന്നെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഇയർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റിനൊക്കെ വേണ്ടി ടങ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളോടൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഉപയോഗിച്ച് ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളുമായി നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ സെൻസേഷൻസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസസ് വി ആർ ഡൂയിങ് ഇൻ അവർ ഡെയിലി ലൈഫ്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരണം. അതായത് ചുറ്റുപാടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ സെൻസുകൾക്ക് അനുസരിച്ച് നമുക്ക് എന്ത് വേണം, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണ്ടി വരും. അപ്പോൾ ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. അങ്ങനെ ഓർഗാനിസത്തിൽ സെൻസസ് ഉണ്ടാക്കുന്ന റെസ്പോൺസസിനെ നമ്മൾ എന്ത് പറയുന്നു, സ്റ്റിമുലൈ എന്ന് പറയുന്നത്. സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. മെയിനായിട്ട് സ്റ്റിമുലസിനെ അല്ലെങ്കിൽ സ്റ്റിമുലൈനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. സ്റ്റിമുലൈ ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി ടു ടൈപ്സ്, ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റിമുലൈ. അപ്പോൾ സ്റ്റിമുലൈ ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു ടു ടൈപ്സ്, ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റിമുലൈ. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ? നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ഹങ്കർ, വിശപ്പ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് തേഴ്സ്റ്റ് ഉണ്ടാവാറുണ്ട്. സോ ദ ഹങ്കർ ആൻഡ് ദ തേഴ്സ്റ്റ് ആർ ദ സ്റ്റിമുലൈ ദാറ്റ് ഫോംഡ് ഇൻസൈഡ് ദ ബോഡി. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുണ്ടാകുന്ന പ്രതികരണങ്ങളാണത്, അല്ലെങ്കിൽ റെസ്പോൺസുകളാണ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ദാറ്റ് ദ സ്റ്റിമുലൈ ഫോംഡ് ഇൻസൈഡ് അവർ ബോഡി. ഇനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ? എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഹോട്ട്. ഇപ്പോൾ ഹോട്ട് ഉണ്ടാവാറുണ്ട്, കോൾഡ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ടച്ച്, നമ്മളെന്തെങ്കിലും വസ്തുക്കളോട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലും സംഭവത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ടച്ച് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നേരത്തെ സ്നെയിലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സ്നെയിലിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്നെയിൽ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? ഇനി എങ്ങനെയാണ് നമ്മുടെ ബോഡി ഈ സ്റ്റിമുലൈകളെ സ്വീകരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്തെങ്കിലും സ്റ്റിമുലസുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ടെങ്ങിൻ്റെ കേസിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതായത് സ്വാദ്, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ഒരുപാട് സംഭവങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷനാണ് അല്ലേ. വിഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സെറ്റപ്പുകൾ നമ്മുടെ കണ്ണിലുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ്, ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. അങ്ങനെ നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലസുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് സെൻസ് ഓർഗൻസ് ഉണ്ട്. നമ്മുടെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. അതിനെ പറയുന്ന പേരാണ്, ദീസ് സെൽസ് ആർ നോൺ ആസ് റിസപ്റ്റേഴ്സ്. ദേ റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലസുകളെ റിസീവ് ചെയ്യുന്നു. ആ സ്റ്റിമുലസുകൾ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മെസ്സേജസുകളായിട്ടുള്ള ഇമ്പൾസുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ട
മെസ്സേജുകൾ ഉണ്ടാക്കുന്ന ഇമ്പൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. ദീസ് സെൽസ് ആർ നോൺ ആസ് റിസപ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അറിയപ്പെടുന്ന ഈ സെൽസിനെ പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. അങ്ങനെ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലസുകളെ സ്വീകരിക്കുന്നു. ആ സ്റ്റിമുലസുകളെ സ്വീകരിച്ച് എന്തുണ്ടാകുന്നു? ഫോമിങ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. ഓക്കെ, ഈ നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നോർമൽ കേസിൽ ദ റെസ്പോൺസസ് ഒക്കർ വെൻ ദ ഇമ്പൾസസ് ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ് ഓൺ റിസീവിങ് ദ സ്റ്റിമുലൈ ടു റീച്ച് ദ ബ്രെയിൻ. അപ്പോൾ നമുക്ക് ഈ ഇമ്പൾസുകൾ ഉണ്ടായിട്ട് നമ്മുടെ ബോഡിയിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? അത് ബ്രെയിനിലോട്ട് എത്തണം. അങ്ങനെ ബ്രെയിനിലോട്ട് എത്തിയിട്ട് മെസ്സേജുകൾ ബ്രെയിനിലോട്ട് എത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്. നോർമലി ദ റെസ്പോൺസസ് ഒക്കർ വെൻ ദ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ് ഓൺ റിസീവിങ് ദ സ്റ്റിമുലൈ റീച്ച് ദ ബ്രെയിൻ. റെസ്പോൺസസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും ബൈ ദ റിസപ്റ്റേഴ്സ് ഓൺ റിസീവിങ് ദ സ്റ്റിമുലൈ ടു റീച്ച് ദ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്? ഈ ഇമ്പൾസുകൾ എന്ത് ചെയ്യുന്നു? റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. അതായത് റെസ്പോൺസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെൻ ദ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ് ഉണ്ടാകുന്ന ഇമ്പൾസുകൾ റിസീവിങ് ദ സ്റ്റിമുലൈ ടു റീച്ച് ദ ബ്രെയിൻ. അത് നേരെ ബ്രെയിനിലെത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദീസ് ആക്ഷൻസ്. നമ്മൾ ചെയ്യാവുന്ന, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ ആക്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യണതും കോർഡിനേറ്റ് ചെയ്യണതും ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂറോൺ, ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആണ്. ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഇപ്പോൾ ന്യൂറോണിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂറോൺ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ nervous system. First point is that neuron is the structural and functional unit of the nervous system. അത് നെർവസ് സിസ്റ്റം ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും, നെർവസ് സിസ്റ്റത്തിന് വേണ്ട പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ന്യൂറോണാണ്. അപ്പോൾ ന്യൂറോൺ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. Like all other cells, the neuron also has a cell membrane, cytoplasm and nucleus. മറ്റെല്ലാ കോശങ്ങളെ പോലെ തന്നെ ന്യൂറോൺസിന് എന്തുണ്ട്? ഒരു സെൽ മെമ്പറൈൻ ഉണ്ട്, ഒരു സൈറ്റോപ്ലാസം ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, അതായത് ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാറുണ്ട്. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഡയഗ്രാംസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സംഭവങ്ങൾ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. നമുക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത്തെ പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ദ പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഈ ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ന്യൂറോണിൽ വരുന്ന സന്ദേശങ്ങൾ മറ്റൊരു ന്യൂറോണിലോട്ട് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്, ഇസ് ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ദെൻ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ ഈസ് ദ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഷോർട്ട് ഫിലമെൻറ്റ് ലൈക്ക് സ്ട്രക്ചറിനാണ് എന്ന് പറയുന്നത് ഡെൻഡ്രോൺ. ഇനി എന്താണ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡെൻഡ്രോൺ? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റിന് തൊട്ടടുത്ത ന്യൂറോണിന് എന്ത് ചെയ്യുന്നു? ഇമ്പൾസുകൾ സ്വീകരിക്കുന്നു അല്ലേ? ആ ഇമ്പൾസുകളെ സ്വീകരിച്ച് നേരെ ആർക്ക് കൊടുക്കുന്നു? ഡെൻഡ്രോൺ അല്ലേ? അപ്പോൾ ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നു? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. സെൽ ബോഡിയിലോട്ട് ഇമ്പൾസുകൾ എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രോൺ ആണ്. ദെൻ അടുത്ത ഭാഗമാണ് ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ കാണപ്പെടുന്ന ഒരു PVC പൈപ്പ് പോലുള്ള സ്ട്രക്ചറാണ് ആക്സോൺ. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ആക്സോൺ ഈസ് ദ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട് സൈഡ്. അതായത് ഈ ഇമ്പൾസുകൾ എന്ത് ചെയ്യണം? സെൽ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് കടത്തിക്കൊണ്ടുപോകുന്നത് ആരാണ്?
ആക്സോൺ ആണ്. അപ്പോൾ ആക്സോണിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഇനി അടുത്തതാണ് എന്ത്, ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് കാരണം ഇറ്റ് ഇസ് എ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. അപ്പോൾ ആക്സോൺ അങ്ങനെ പോയി അവസാനം ഒരു ഒരു ബ്രാഞ്ച്, ഒരു ട്രീൻ്റെ ഒരു ബ്രാഞ്ച് മാതിരി കാണപ്പെടുന്നുണ്ട്. അതിനെന്ത് പറയുന്നു, ആക്സോണൈറ്റ് എന്ന് പറയുന്നു. ആക്സോണൈറ്റ് ഇസ് ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ഈ ആക്സോണൈറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ടേർമിനൽ പോർഷനായിട്ടുള്ള ആക്സോണൈറ്റിലോട്ട് എത്തിക്കുന്നത്, സിനാപ്റ്റിക് നോബിലോട്ട് ഇമ്പൾസുകൾ എത്തിക്കുന്നത് ആരാണ്, നമ്മുടെ ആക്സോണൈറ്റ് ആണ്. ഇനി സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്, ടേർമിനൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ, അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്, സിനാപ്റ്റിക് നോബ്. അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിനാണ് എന്ത് പറയുന്നത്, ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്. ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സിനാപ്റ്റിക് നോബിലാണ് നമ്മുടെ എന്തെത്തിയുള്ളത്, പിന്നെ ആക്സോണുകൾ ഇമ്പൾസുകൾ എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡെൻഡ്രൈറ്റ് സ്വീകരിച്ചു, ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണ് വഴി ആക്സോണ് അല്ലേ, ആക്സോൺ ഉണ്ട്, ആക്സോണൈറ്റ് ഒക്കെ വഴി അവസാനം അവിടത്തിൻ്റെ സിനാപ്റ്റിക് നോബിലെത്തിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഷ്വാൻ സെല്ലാണ്. ഷ്വാൻ സെൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻസർക്കിൾസ് ദ ആക്സോൺ. ആക്സോണെ ചുറ്റിച്ച് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഷ്വാൻ സെല്ല് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞിട്ട് ഇസ് എ പാർട്ട് ഓഫ് നെർവസ് ടിഷ്യൂ റിപ്പീറ്റഡ്ലി എൻസർക്കിൾസ് ദ ആക്സോൺ ടു ഫോം എ മയലിൻ ഷീത്ത്. അതായത് ഈ ഷ്വാൻ സെൽസ് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി എൻസർക്കിൾസ് ദ ആക്സോൺ, ആക്സോൺസിനെ ചുറ്റിയിട്ട് കാണപ്പെടുന്നതാണ്, ആൻഡ് ടു ഫോം എ മയലിൻ ഷീത്ത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സിലോട്ട് നമ്മൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, പിന്നെ ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മയലിൻ ഷീത്ത്. ഓക്കെ, ഇപ്പോൾ മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോൺസ് ആർ ഫോമിങ് ദ മയലിൻ ഷീത്ത്. അതായത് റിപ്പീറ്റഡ്ലി എൻസർക്കിൾസ് ദ ആക്സോൺ ടു ഫോം മയലിൻ ഷീത്ത്. ഷ്വാൻ സെൽസ് ആക്സോണിനെ ചുറ്റിയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, മയലിൻ ഷീത്ത് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷ്വാൻ സെൽസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ദ ആക്സോൺ ആൻഡ് ഫോമിങ് എ മയലിൻ ഷീത്ത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മയലിൻ ഷീത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. മയലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, മയലിൻ ഷീത്ത് ഉണ്ടാകുന്നത് എന്താണ്, ഇറ്റ്സ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. നമുക്കറിയാം നെർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആണ്. അപ്പോൾ ആക്സോൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മയലിൻ ഷീത്ത് ചുറ്റിപ്പറ്റിയിട്ട്, അല്ലെങ്കിൽ ഷ്വാൻ സെൽസിനെ ചുറ്റിപ്പറ്റിയിട്ട്, അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് അല്ലെങ്കിൽ മയലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഷ്വാൻ സെൽസ് ആക്സോണിനെ പൊതിഞ്ഞിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, മയലിൻ ഷീത്ത് കാണപ്പെടുന്നത്. ഇതിന് അടുത്ത പോയിന്റ് നോക്കേണ്ടത് മയലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. അങ്ങനെ ബ്രെയിന്, സ്പൈനൽ കോഡ്, ഈ ബ്രെയിന് സ്പൈനൽ കോഡ് എന്നൊക്കെ പറഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. അപ്പോൾ മയലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്താണെന്നുള്ളത്. പുതിയ സിലബസ് പ്രകാരം ഉൾക്കൊള്ളിച്ചുള്ള പുതിയ ടോപ്പിക്കാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മയലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, മയലിൻ ഷീത്തിന് എന്തായിരിക്കും, തിളങ്ങുന്ന വെള്ള നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മയലിൻ ഷീത്തുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റും പഠിക്കാണ്ട്, എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ. മയലിൻ ഷീത്ത് ഉള്ള കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ, ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മയലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മയലിനേറ്റഡ് നെർവ് സെൽസ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങൾ നമ്മൾ എന്ത് പറയുന്നു, വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. വേർ ദ നോൺ മയലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. നോൺ മയലിനേറ്റഡ് നെർവ് സെൽസ് ഉള്ളതിനെ പറയുന്ന പേരാണ് എന്ത്, ഗ്രേ മാറ്റർ. അപ്പോൾ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആണ്.
മയലിൻ ഷീത്ത് ഉണ്ടാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ഷ്വാൻ സെൽസ്. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് മയലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഓക്കെ, ദ മയലിൻ ഷീത്തിന് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. മയലിൻ ഷീത്തിന് പ്രധാനമായിട്ടും എന്തായിരിക്കും? വൈറ്റ് കളറായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി എന്താ അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞത്? ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ അബണ്ടൻറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് വൈറ്റ് മാറ്റർ. മൈലിനേറ്റഡ് ന്യൂറോൺസ് കൂടുതലായിട്ടുള്ള ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും ദ പാർട്ട് വേർ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ മേജർ ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ദ ഫോർമേഷൻ ഓഫ് മയലിൻ ഷീത്ത് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്. ദ മേജർ ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത് ആർ ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റ് ഇമ്പൾസസ്. നമുക്കറിയാം സ്റ്റിമുലസ് റിസപ്റ്ററുകൾ സ്റ്റിമുലസുകൾ സ്വീകരിക്കുന്നുണ്ട്. സ്റ്റിമുലസുകൾ സ്വീകരിച്ച് ഇമ്പൾസുകൾ ഉണ്ടാകുന്നുണ്ട്. ആ ഇമ്പൾസുകളുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റ് ഇമ്പൾസസ്, ഇതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് മയലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ. തേർഡ് പോയിന്റ് പറഞ്ഞാൽ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അതായത് എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ആക്സോണുകളെ സംരക്ഷിക്കാനും എന്തിനു സഹായിക്കുന്നു? നമ്മുടെ മയലിൻ ഷീത്ത് സഹായിക്കുന്നു. അപ്പോൾ മയലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ഒന്നും കൂടി പറയാം. പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ്. Third point is that act as an electric insulator, and fourth point is that protect the axon from external shocks. These are the main points related with the myelin sheath and the structure of myelin sheath and the formation of myelin sheath. Okay, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റിമുലസുകളുണ്ട്, ആ സ്റ്റിമുലസുകളെ സ്വീകരിക്കാൻ റിസപ്റ്ററുകളുണ്ട്. റിസപ്റ്ററുകൾ സ്റ്റിമുലസിനെ സ്വീകരിച്ച് എന്തുണ്ടാകുന്നു? ഇമ്പൾസുകൾ ഉണ്ടാകുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ലുക്ക് അറ്റ് ദിസ് പിക്ചർ. നമ്മൾ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. എങ്ങനെയാണ് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? അതായത് നെർവസ് സിസ്റ്റം മാനേജസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ നെർവ് ഇമ്പൾസസ്. അപ്പോൾ നെർവസ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത് ഏത് വഴിയാണ്? നെർവ് ഇമ്പൾസസ് ആണ്. ഹൗ ഇമ്പൾസസ് ആർ ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഒന്നുകൂടി നമുക്ക് പിക്ചറിലോട്ട് വരാം. പിക്ചർ 1.2a, 1.2b, 1.c അങ്ങനെ 3 പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിക്ചറിലോട്ടൊന്ന് വരാം. The outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. This is due to the difference in the distribution of certain ions. അപ്പോൾ ഇമ്പൾസ് ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ, അതായത് സ്റ്റിമുലേഷൻ നടക്കുന്നതിന് മുമ്പേ എന്തായിരിക്കും? ദ ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. നമുക്കറിയാം ദ ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഇന്നർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് വെൻ സ്റ്റിമുലേറ്റഡ്. ഇനി ഒരു സ്റ്റിമുലസ് വന്ന് പതിച്ചാൽ എന്താണ്ടാവുക? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ്. അതായത് പിന്നെ ഈ സ്റ്റിമുലേഷൻ നടക്കുകയാണെങ്കിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ് ആൻഡ് ഹെൻസ് ദ ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ രണ്ടാമത്തെ പിക്ചർ നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ്? ഒരു റോസ് കളറിൽ സ്റ്റിമുലസ് വന്ന് പതിക്കുന്ന ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റിമുലേഷൻ വന്ന് പതിച്ച ഭാഗത്ത് എന്തുണ്ടായിരിക്കും? ദ ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്. The momentary charge difference stimulates its adjacent parts and similar changes occur there too. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചാർജ് വ്യത്യാസം എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ഭാഗങ്ങളെ കൂടി എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. ആസ് ദിസ് പ്രോസസ് പ്രൊസീഡ്സ് ഇമ്പൾസസ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുണ്ടായിരിക്കും? ദ മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ്സ് അഡ്ജസൻറ്റ് പാർട്സ്. അപ്പോൾ ഈ ചാർജ് ഡിഫറൻസ് തൊട്ടടുത്ത ഭാഗങ്ങൾ ഉത്തേജിക്കുകയും സമാനമായിട്ടുള്ള ചാർജ് വ്യത്യാസങ്ങൾ അടുത്ത ഭാഗത്തുണ്ടാവുകയും ചെയ്യുന്നു.
In this way, the impulses are get transmitted in the form of electric charges. അപ്പോൾ നമുക്കറിയാം nerve impulses are messages transmitted through neurons. Impulse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the messages that is transmitted through neurons എന്ന കാര്യം പ്രത്യേകം എന്ത് ചെയ്യാം മനസ്സിലാക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇമ്പൾസുകൾ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എന്നുള്ള പോയിന്റ് എക്സാമിന് പ്രത്യേകം ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സിനാപ്സ്. ഓക്കെ, ഇമ്പൾസസ് ജനറേറ്റഡ് ഇൻ ദ റിസപ്റ്റർ സെൽ റീച്ച് ദ ബ്രെയിൻ. അപ്പോൾ നമ്മൾ റിസപ്റ്റർ സെൽസ് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസുകൾ എന്ത് ചെയ്യുന്നു ബ്രെയിനിലെത്തുന്നുണ്ട്. ദ ബ്രെയിൻ അനലൈസ് ഇറ്റ് ആൻഡ് ഗീവ്സ് ഡയറക്ഷൻ ഫോർ പ്രോപ്പർ റെസ്പോൺസ്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുന്നതിനെ അനലൈസ് ചെയ്യുന്നു ആൻഡ് ഗീവ്സ് ഡയറക്ഷൻ ഫോർ പ്രോപ്പർ റെസ്പോൺസ്. ടു മേക്ക് ദിസ് പോസിബിൾ, അപ്പോൾ ഇത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ ഇമ്പൾസസ് ഫോംഡ് ഇൻ എ ന്യൂറോൺ ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ടു അതർ ന്യൂറോൺസ് ആൻഡ് അസോസിയേറ്റഡ് സെൽസ്. അപ്പോൾ ഇത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ദ ഇമ്പൾസസ് ഫോംഡ് ഇൻ എ ന്യൂറോൺ ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ടു അതർ ന്യൂറോൺസ് ആൻഡ് അസോസിയേറ്റഡ് സെൽസ്. അപ്പോൾ ബന്ധപ്പെട്ട ന്യൂറോൺസിലോട്ടും ബന്ധപ്പെട്ട സെൽസിലോട്ടും ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്തുണ്ടാവാൻ പറ്റുള്ളൂ, അതായത് റെസ്പോൺസുകൾ കറക്റ്റായിട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് റെസ്പോൺസുകൾ നടക്കാൻ വേണ്ടിയിട്ട് സിനാപ്സുകൾ സഹായിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഇപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ. സെക്കൻഡ് പോയിന്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഓക്കെ, അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നോട്ട് ഓൺലി ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ആൻഡ് ബട്ട് ആൾസോ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് എ മസിൽ ഓർ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. അപ്പോൾ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ബന്ധിക്കുന്ന ഭാഗമോ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു പേശികോശം തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമോ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥികോശം തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമോ ആണ് സിനാപ്സ്. ഓക്കെ, ഇനി സിനാപ്സ് എന്താ ചെയ്യുന്നത്, when electric impulses from the axon reach the synaptic knob. അങ്ങനെ ഇലക്ട്രിക് ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, ആക്സോൺ വഴി സിനാപ്റ്റിക് നോബിലെത്തുന്നു. അപ്പോൾ സിനാപ്റ്റിക് നോബിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ന്യൂറോൺ ഡെൻഡ്രൈറ്റിലോട്ട് പോകണം. അപ്പോൾ തൊട്ടടുത്ത ന്യൂറോൺ ഡെൻഡ്രൈറ്റിലോട്ട് പോകാൻ അപ്പോൾ അവർക്ക് പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക, ദേ സെക്രീറ്റ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ഫ്രം ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അതായത് ദേ സെക്രീറ്റ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ടു ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, സിനാപ്റ്റിക് ക്ലഫ്റ്റിലോട്ട് ചില കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ എന്ത് പറയുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ ചെയ്യുക, ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, പുതിയ ഇലക്ട്രിക് ഇമ്പൾസസ് ഉണ്ടാവാൻ കാരണമാകുന്നു. എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമൈൻ. ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് എന്ത്, അസറ്റൈൽ കൊളൈനും ഡോപ്പമൈനും. ഇനി ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി സിനാപ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഇമ്പൾസസുകളുടെ സ്പീഡും ഡയറക്ഷനൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ആരാണ്, സിനാപ്സാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടിയും പറഞ്ഞു, ദ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദ ആക്സോൺ റീച്ചസ് ദ സിനാപ്റ്റിക് നോബ്. അപ്പോൾ സിനാപ്റ്റിക് നോബിലോട്ട് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഇമ്പൾസസ് എത്തും. അപ്പോൾ എന്താ ഉണ്ടാവുക, സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റഡ് ഫ്രം ദർ ടു ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അങ്ങനെ സിനാപ്റ്റിക് ക്ലഫ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു, ചില കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് പറയുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ഇനി എന്താ അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞത്, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ്
neurotransmitters. Acetylcholine and dopamine are the different types of examples of neurotransmitters. ഇനി എന്താണ് സിനാപ്സിൻ്റെ ഫംഗ്ഷനായിട്ട് പറഞ്ഞത്? ഹെൽപ്സ് ടു റെഗുലേറ്റ് ദി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്.